കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അവൽ നനയ്ക്കുന്ന ഒരു റെസിപ്പിയാണ്. 4 മണി പലഹാരമാണിത്. പണ്ടത്തെ അമ്മമാർ സ്കൂളിൽ നിന്നും കുട്ടികൾ വരുമ്പോൾ ചെയ്തു കൊടുക്കുന്ന ഒരു പലഹാരമാണ്. നമ്മൾ പുറത്തൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാൻ തോന്നുമല്ലോ, സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. ഇപ്പോൾ അങ്ങനെ ഇങ്ങനൊന്നും ശീലമൊന്നും ഇല്ലെങ്കിലും 6 മണി ആണെങ്കിൽ പോലും കഴിക്കാൻ തോന്നും. ഇവിടെ കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു. ഈ പാത്രത്തിൻ്റെ അളവിൽ 3 കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് തേങ്ങ ഇട്ട് നല്ലവണ്ണം ഞെവടി കൊടുക്കണം. ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. ആദ്യം നല്ലപോലെ കൈ വെച്ച് ഞെവടി അതിൻ്റെ പാല് മൊത്തം ഇളകി വന്നതുവരെ ഞെവടി കൊടുക്കണം. ഞാനിവിടെ ഒരു തിളപ്പിച്ചാറ്റിയ നല്ല 1 സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഇതായി വരാനാണ്. ഇച്ചിരി ഉണക്ക തേങ്ങ ആയിരുന്നു. അതിങ്ങനെ നല്ലപോലെ ഞെവടി നല്ല ഇതായി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല കുഴച്ചെടുക്കണം. പെട്ടെന്ന് എനിക്കിങ്ങനെ വൈകുന്നേരം ഉച്ചക്ക് ചോറ് തിന്ന് കഴിഞ്ഞ് കിടന്ന് എണീച്ചപ്പോൾ അവൽ നനച്ചത് തിന്നാനൊരു മോഹം തോന്നി. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ അവൽ വിളയിക്കുന്നത് വീഡിയോ ഇട്ടായിരുന്നു. അതെൻ്റെ വീഡിയോയിലുണ്ട്. എല്ലാവരും പോയി കണ്ട് ചെയ്ത് നോക്കണേ. അവൽ കുഴക്കും തോറും നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. പല ടൈപ്പിലുള്ള അവൽ കിട്ടും. എന്നാൽ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് മെഷീൻ അവലാണ്. അത് നല്ലതാണ്, പെട്ടെന്ന് സോഫ്റ്റ് ആവുകയും കിട്ടും. 3 കപ്പ് അവലിൽ 1 കപ്പ് തേങ്ങയും 2 സ്പൂൺ പാലും ഇട്ട് നല്ലപോലെ ഇളക്കിയിരിക്കുന്നു. കണ്ടോ, നല്ല ഇതായിരിക്കണം. അതിലിനി 3-4 ഏലക്ക പൊടിച്ചത് ചേർക്കണം. അതും 1 കപ്പ് ശർക്കര നല്ലപോലെ പൊടിച്ച് പൗഡർ പരുവമാക്കിയാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവൻ ഇട്ട് കൊടുക്കാം. അതും കൂടി നല്ലവണ്ണം ഇട്ട് നല്ലപോലെ ഞെവടി നല്ല ഇതാക്കിയിട്ട് എടുക്കണം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നൊസ്റ്റാൾജിക് വിഭവമാണിത്. പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മമാർ നമുക്ക് ചെയ്തു തന്നിരുന്ന ഒരു വിഭവമാണ്. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്കും ഞാനിതാണ് കൊടുത്തിരുന്നത്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. കഴിച്ചു നോക്കട്ടെ എത്രയുണ്ടെന്ന്. നല്ല രുചിയുണ്ട്. നല്ല സോഫ്റ്റ്, കുഴക്കുന്നതോട് നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ 1 കപ്പ് ശർക്കര ചേർത്തത് കറക്റ്റ് മധുരമായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ശർക്കര വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ എനിക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 1 കപ്പേ ചേർത്തു. അതുപോലെ തന്നെ തേങ്ങയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ 1 കപ്പ് 3 കപ്പ് അവലിന് ഇത്രയും തേങ്ങ കറക്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് 4 മണി പലഹാരമാണിത്. അവൽ നനച്ചത് എത്ര പെട്ടെന്നാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ഇത് ബാച്ചിലേഴ്സിനും പെട്ടെന്ന് എന്തെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ വളരെ ഏറ്റവും നല്ല ഒരു ആഹാരമാണത്. ഇത് ഇച്ചിരി നേരം അടച്ചു വെക്കണം. അതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. അടച്ചു വെച്ചതിന് ശേഷം ഇനി എടുത്ത് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം.
ഒരു സർവിങ് പ്ലേറ്റിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇത് ചായ കുടിക്കുന്നതിൻ്റെ കൂടെ ഓരോ സ്പൂൺ കോരി തിന്ന് വെക്കുമ്പോൾ എന്ത് രുചിയാണ്. നല്ല ടേസ്റ്റുള്ള അവൽ നനച്ചതാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.